ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം അസ്തമിച്ചത് ഒറ്റ രാത്രി കൊണ്ടാണ്. അങ്കമാലിയിലെ ഒരു കുടുംബത്തിലെ 4 പേർ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ വീടിന്റെ കിടപ്പുമുറി കത്തി നശിച്ച് 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 4 പേർ ദാരുണമായി മരണപ്പെട്ടിരുന്നു. അങ്കമാലി പാറക്കുളം അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ, മക്കളായ ജൊവാന, ജസ്വിൻ എന്നിവരാണ് വെന്തു മരിച്ചത്. മുറിയിലെ കട്ടിലിന്റെ 2 അറ്റത്തായി കത്തിക്കരിഞ്ഞ നിലയിലാണ് ദമ്പതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ കുട്ടികളുടെ മൃതദേഹം വാതിലിന് സമീപത്തായാണ് കണ്ടെത്തിയിരുന്നത്. തീ ആളിപ്പടർന്നപ്പോൾ കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവാമെന്നാണ് സംശയിക്കുന്നത്. അതേസമയം സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 4 പേരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുക ശ്വസിച്ചതിന് സമാനമായ കേടുപാടുകളുണ്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. മരണത്തിനു മുൻപ് 4 പേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലേക്ക് പോയിരിക്കാമെന്ന സംശയവും തള്ളിക്കളയുന്നില്ല. AC-യിൽ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ സംഭവം കൂട്ട ആത്മഹത്യയാണോ അതോ അപകട മരണമാണോ എന്ന് അറിയണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിനീഷിന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമുള്ളതായി നാട്ടുകാർക്കറിവില്ല. മദ്യപിക്കാത്ത ആളാണ്. ഭാര്യയുടെ വീട്ടുകാരും സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും സുഹൃത്തുക്കൾ പറയുന്നു. സംഭവ സമയത്ത് ബിനീഷിന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും താഴത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത്. രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്കും മുകളിലെ നിലയിലെ മുറി മുഴുവനായി കത്തി നശിച്ചിരുന്നു. അഗ്നിശമന സേനയെത്തി തീയണച്ച ശേഷമാണ് മരിച്ചവരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. പുലർച്ചെ 4 മണിയോടെ ബിനീഷിന്റെ അമ്മ പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റപ്പോഴാണ് മുകൾ നിലയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ചിന്നമ്മ ഉടൻ തന്നെ ജോലിക്കാരനെ വിളിച്ചുണർത്തി. ഇരുവരും ചേർന്ന് തീ കെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ആളി പടരുകയായിരുന്നു. മുറിയിലെ ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. എയർ കണ്ടീഷൻ ഉരുകി താഴേക്ക് പതിച്ചിരുന്നു. 4 ജനലുകളും പൂർണ്ണമായും കത്തി നശിച്ചു. ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം, വിരലടയാള വിദഗ്ധർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാർ, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവരെല്ലാം സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ദാരുണമായ സംഭവം ഒരു നാടിനെ തന്നെ ആകെ തളർത്തിയിരിക്കുകയാണ്.